നമ്മൾക്കറിയാം ഈ കൺസെപ്റ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കാൻ വേണ്ടി തന്നെയാണ്. എനിക്കൊക്കെ പറയാനുള്ള കാര്യം, ആദ്യം നമ്മളെ സ്നേഹിക്കുക, ആദ്യം നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കുക. അപ്പൊ ഞാനിപ്പോ എൻ്റെ ഒരു ഫോട്ടോ, പഴയൊരു ഫോട്ടോ ഞാൻ കണ്ടു. അപ്പൊ വളരെ ഭംഗിയുണ്ട്, പക്ഷെ താടിക്ക് എത്ര ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനിപ്പോ ബാക്കിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് ശിവ സാർ, നീ നിന്നെ തന്നെ പ്രേമിക്കാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നോട് തന്നെ പ്രേമം തോന്നുന്നു കണ്ട സമയത്ത്. എനിക്കിപ്പോ അദ്ദേഹത്തിനെ പ്രേമിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, എനിക്ക് അപ്പൊ അദ്ദേഹത്തിനെ പറയാനുള്ള കാര്യം, നിങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെടുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുക, വ്യക്തികളെ അങ്ങ് മറന്നേക്കുക, പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച ചില ആളുകൾ എന്നും വലിയ അച്ചീവ്മെന്റ്സ് കൺസെപ്റ്റ് നിന്ന് വാങ്ങുന്നുണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത്, ഇന്നും ഇന്നലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. കാരണം ഈ കൺസെപ്റ്റ് കൊണ്ട് പല കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വലിയ ഉദാഹരണം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നേരത്തെ MC പറഞ്ഞ മാഡം വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. എൻ്റെ അപ്ലൈൻ ആണ് സ്വപ്ന, എൻ്റെ അയൽവാസിയാണ്, എൻ്റെ നെയ്ബറാണ്. ഇന്നലെ അവരുടെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപയാണ്. കാരണം ഇത് കണ്ട സമയത്ത് ഇന്നലെ ഞങ്ങൾ വൈകിട്ട് പാലക്കാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പറളിയിൽ ഞങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൗസ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പറളി നോക്കണ്ട, എല്ലാ കൊങ്ങാട് പറളിയും പുലാപ്പറ്റിയും പത്തിരിപ്പാലൊക്കെ പിടിച്ചിട്ടുണ്ട്, നോക്കണ്ട, എല്ലാവർക്കും സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ പറളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വപ്നമാടം വിളിക്കുന്നത്. ഒരു സസ്പെൻസ് ഉണ്ട്, വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വീഡിയോ വന്ന സമയത്ത് സ്വപ്നമാടം വെട്ടി കൊണ്ട വന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. പിന്നെ സ്വപ്നമാടം ക്ലിയർ ആവില്ലല്ലോ. കാണിച്ചു തന്ന സമയത്ത് ഇവിടെ കാണുന്ന ഈ ഒരു ഫിഗർ 1 കോടിക്ക് 2 ലക്ഷം ഗവൺമെന്റ് ടാക്സ് കൊടുത്തിട്ട് ബാക്കി ആൾ അക്കൗണ്ടിലേക്ക് വന്നൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ പറഞ്ഞുകൊണ്ട് സംസാരം കഴിഞ്ഞ സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞു, റാഫി സാറെ, നിങ്ങൾ എന്നെ പണ്ട് കണ്ടത് എങ്ങനെയായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ചൂലും ഒരു ബക്കറ്റും എടുത്തുകൊണ്ട് ഒരു ഷോപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരാളായിരുന്നത് ഞാൻ വന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത്. അന്നൊന്നും ഇവരെ ആ കണ്ടൊരു പിക്ചറാണ്. പക്ഷെ ഇന്ന് അവർ എൻ്റെ മാറിയ സമയത്ത്, അവരിതൊക്കെ പറയുന്ന സമയത്ത് എന്നോട് പറയും, ഈ പൈസ ഞാൻ എങ്ങനെയാണ് ചെലവാക്കുക എന്നുള്ള ആ രീതിയിൽ സംസാരിച്ച സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, 5-6 വർഷം കൊണ്ട് ഒരു സ്ത്രീയുടെ ലൈഫിൽ വന്ന ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എനിക്ക് അഭിമാനം എന്ന് പറയാൻ പറ്റും. ഇവരെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വലിയ പ്രൗഡാണ്, വലിയ സന്തോഷമാണ്. ഒന്നും പറയാനില്ല, ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി അടുത്തതിലേക്ക് ഒന്ന് പോവാം. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയാണ്, എന്റെ ഭാര്യയാണ്. കാരണം വീട്ടിലിരുന്ന് എന്റെ 3 മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരാളെ അക്കൗണ്ടിലേക്ക് 47,500 രൂപ.